അമ്മമാര് ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന വിഷയം ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം മദർ ക്വീൻ വിമൻസ് കമ്മ്യൂണിറ്റിയിൽ, അതായത് പോസ്റ്റ്മോർട്ടം വരെ പ്രഗ്നൻസി പീരീഡിലുള്ള അമ്മമാരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. അവിടെ ഒരു ചെറിയ സർവേ നടത്തുന്നുണ്ടായി. അപ്പം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, നമ്മൾ അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ബോഡിയുടെ പെയിൻസ്, ആ കടന്നു പോകുന്ന ഓരോ സ്റ്റേജിലും അവരുടെ ബോഡി, ശരീരം അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങാണ് അവർ മാനസികമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, അവർ മാനസികമായിട്ട് അനുഭവിക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന വിഷയമാണ് കരിയർ, അവരുടെ ജോലി, അവരുടെ വരുമാന മാർഗം. ഇതേക്കുറിച്ച് സ്ത്രീകൾ വളരെയധികം എന്താ പറയുക സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. പലരും ഒരുപാട് സാക്രിഫൈസ് ചെയ്യാറുണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട്. ജോലി രാജിവെക്കുന്നവരുണ്ട്, ശരിക്കും ജോലിക്ക് പോകാൻ പറ്റാതെ നിൽക്കുന്നവരുണ്ട്. ഇനി ജോലിക്ക് പോവുകയാണെങ്കിൽ തന്നെയും ബേബിയെ കുറിച്ചുള്ള തോട്ട്സ്, അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിൽ വരുന്നുണ്ട്. പോയാലും ബുദ്ധിമുട്ട്, ജോലിക്ക് പോയിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടുന്ന രീതിയിലാണ് ഒരു പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡിൽ അമ്മമാരെ കൊണ്ടുപോകാറുള്ളത്. പലരും കരിയർ അത്രയും അനിശ്ചിതത്തിലാവാറുമുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പല സ്ത്രീകളും സ്വന്തം വീട്ടിൽ പോലും ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ മടിക്കാറുണ്ട്. എനിക്കൊരു ജോലിക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഒരു വരുമാന മാർഗം വേണം എന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാരത് എങ്ങനെ എടുക്കും, അവർ സപ്പോർട്ട് ചെയ്യുമോ എന്നൊക്കെ പേടിച്ചിട്ട് എന്നെ ഒരു മോശം അമ്മയായിട്ട് കാണുമെന്നൊക്കെ വിചാരിച്ചിട്ട് തുറന്നു പറയാത്തവരുണ്ട്. ഇനി പറഞ്ഞാൽ തന്നെയും ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നവരുണ്ട്. നിനക്ക് ബേബിയെക്കാളും കുടുംബത്തെക്കാളും ഒക്കെ വലുതാണോ ജോലിയും വരുമാനം എന്നൊക്കെ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് പലരും സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മനസ്സിലിട്ട് കുഴിച്ചു മൂടും. ഒരിക്കലും മുളയ്ക്കാത്ത വിത്ത് പോലെ അത് അവിടെ കിടന്ന് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു അവസരത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇത്തരം അവസ്ഥകളെ ഓവർകം ചെയ്ത് മുകളിലേക്ക് വരാനായിട്ട് പറ്റുക?